Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. Friends, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സർക്കിൾ ടൂളിനെ കുറിച്ചാണ്. നമുക്ക് സർക്കിൾ ടൂൾ ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടാകും. സർക്കിൾ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഒന്നെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ ഡ്രോ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. ആ ഡ്രോ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് സർക്കിൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ കമന്റ് ടൈപ്പ് ചെയ്യുന്ന സ്ഥലത്ത് സി ജസ്റ്റ് എൻ്റർ ചെയ്യുക. കണ്ടോ, സർക്കിൾ കൊണ്ടുള്ള ഓപ്ഷൻ വന്നു കാണും. സി ടൈപ്പ് ചെയ്തതിനു ശേഷം ജസ്റ്റ് സെൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ സർക്കിൾ ഓപ്ഷൻ കിട്ടും. നമുക്ക് സർക്കിൾ കണ്ടോ, അപ്പോൾ നമുക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടുന്ന സർക്കിൾ വരയ്ക്കാനുള്ളത്. നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് റേഡിയസ് എത്രയാണ് വേണ്ടത്. റേഡിയസ് 25 ആണ് വേണ്ടിയെങ്കിൽ 25 ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഈ സർക്കിളിൻ്റെ റേഡിയസ് 25 ആയിരിക്കും. ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ കണ്ട ഡയമെൻഷൻ ചെക്ക് ചെയ്യുന്ന കൊടുത്ത് റേഡിയസ് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ചെക്ക് ചെയ്യേണ്ട സർക്കിളിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. കണ്ട റേഡിയസ് 25 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും സർക്കിൾ എന്ന ഓപ്ഷൻ എടുത്തു, ജസ്റ്റ് എൻ്റർ കൊടുത്തു. ഫസ്റ്റ് പോയിന്റ് ഞാൻ ക്ലിക്ക് ചെയ്തു. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം കണ്ടോ, ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. നമ്മൾ വരയ്ക്കുമ്പോൾ റേഡിയസ് ആണ് നേരത്തെ വരച്ചത്. റേഡിയസിന് പകരം നമുക്ക് ഡയാമീറ്റർ ആണ് നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ കണ്ട ക്യാപിറ്റൽ ഡി കൊണ്ടുള്ള ഓപ്ഷൻ. ക്യാപിറ്റൽ ഡി ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അതിനുശേഷം നമ്മൾ ഡയാമീറ്റർ എത്രയാണ് വേണ്ടത്. നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുന്നത് ഡയമീറ്റർ ആണ് വേണ്ടെങ്കിൽ ഇപ്പോൾ 25 ആണ് ഡയമീറ്റർ ഉണ്ടെങ്കിൽ 25 ടൈപ്പ് ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ ചെക്ക് ചെയ്യണമെങ്കിൽ കണ്ട ഇവിടെ ഡയമീറ്റർ കൊണ്ടുള്ള ഓപ്ഷൻ. ഡയമീറ്റർ എടുക്കുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. കണ്ട ഈ ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ 25 ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് റേഡിയസും ഡയമീറ്ററും വെച്ച് വരയ്ക്കുന്നത്. നമുക്ക് ഇതിന് തന്നെ സി ജസ്റ്റ് എൻ്റർ ചെയ്യുക. സി ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. 3 പോയിന്റ്, 2 പോയിന്റ്, 10 റേഡിയസ്. 3 പോയിന്റ് മെത്തേഡ് ആണെങ്കിൽ 3 പോയിന്റിനെ പാസ് ചെയ്യുന്ന സർക്കിൾ വരയ്ക്കാൻ പറ്റും. 3 പോയിന്റ് എടുത്തു. 3 പോയിന്റ് ആദ്യത്തെ പോയിന്റ് ക്ലിക്ക് ചെയ്തു, രണ്ടാമത്തെ പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഇനി മൂന്നാമത്തെ പോയിന്റ് ഏതാണ് വേണ്ടത്. മൂന്നാമത്തെ പോയിന്റ് സെൻറ്റർ, ഈ സർക്കിളിന്റെ സെൻറ്റർ കണ്ടോ. ഈ ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ്, ഈ 3 പോയിന്റ് കൂടെ പോകുന്ന സർക്കിൾ കിട്ടും. നമുക്ക് അതേപോലെ തന്നെ സി ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, എൻ്റർ അടിച്ചു. 2 പോയിന്റ് ആണെങ്കിൽ 2 പോയിന്റ് കൂടെ പാസ് ചെയ്തു. ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും നമുക്ക് ഏത് പോയിന്റ് ഈ 2 പോയിന്റ് കൂടെയാണ് പാസ് ചെയ്യണമെങ്കിൽ ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു, അടുത്ത പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഈ 2 പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ. ഇനി അതേപോലെ തന്നെ സി ജസ്റ്റ് എൻ്റർ ചെയ്തു. ടാൻ റേഡിയസ്. ടാൻ പറഞ്ഞാൽ ടാൻജന്റ്. ടാൻജന്റ് പറഞ്ഞാൽ തൊടുവര. മലയാളത്തിൽ പറയുകയാണെങ്കിൽ തൊടുവര. ഒരു സർക്കിളിന്റെ ഒരു പോയിന്റിലൂടെ സർക്കിളിന്റെ പോയിന്റിലൂടെ വരയ്ക്കുന്ന ലൈൻസ് അതാണ് ടാൻജൻസ്. അപ്പോൾ 2 ടാൻജൻസും റേഡിയസും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ 2 സർക്കിളിനെ ആസ്പദമായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. അതായത് അതിന് മുന്നേ സി ക്ലിക്ക് ചെയ്യുക, എൻ്റർ അടിക്കുക. അതിനുശേഷം ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി അടിക്കുക, അല്ലെങ്കിൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ ഫസ്റ്റ് ടാൻജന്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, സെക്കൻഡ് ടാൻജന്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇതിന് രണ്ടിനും കൂടി പാസ് ചെയ്യുന്ന ഒരു റേഡിയസ് ഉള്ള ഒരു വാല്യൂ വരയ്ക്കുക. നമുക്ക് റേഡിയസ് ഒന്നെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എത്രയാണ് വേണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ ഫസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, എത്രയാണ് വേണ്ടത് ജസ്റ്റ് സെക്കൻഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് കിട്ടും. നമുക്ക് കറക്റ്റ് ആയിട്ട് റേഡിയസിന്റെ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വരച്ചു കൊടുക്കാം. ഈ ഓപ്ഷൻസ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. സർക്കിളിന്റെ 6 ഓപ്ഷൻസ്, അതായത് സെന്റർ, റേഡിയസ് നമ്മൾ ഫസ്റ്റ് വരച്ച മെത്തേഡ്. അതായത് ആദ്യം ഒരു സെന്റർ പോയിന്റ് വരയ്ക്കുക, അതിനുശേഷം റേഡിയസ് എത്രയാണ് 25 ആണ് വേണ്ടെങ്കിൽ 25 അടിക്കുക, ജസ്റ്റ് വരച്ചു കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞാൽ സെന്റർ ഡയമീറ്റർ. സെന്റർ പോയിന്റ് വരച്ചു കൊടുക്കുക, അതിനുശേഷം അതിന്റെ ഡയമീറ്റർ എത്രയാണ് വേണ്ടത്. 25 ആണ് വേണ്ടെങ്കിൽ 25 വരച്ചു കൊടുക്കുക. കണ്ട ഇത് ഡയമീറ്റർ ആണ് 25, ഇത് റേഡിയസ് ആണ് 25. ഈ ഒരു സർക്കിളിന്റെ ഡയമീറ്റർ 50 ആയിരിക്കും, 50. അടുത്ത പോയിന്റ് പറഞ്ഞാൽ 2 പോയിന്റ് മെത്തേഡ്. 2 പോയിന്റ് മെത്തേഡ് പറഞ്ഞാൽ 2 പോയിന്റിലൂടെ വരയ്ക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞാൽ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റ് കൂടെ വരയ്ക്കണമെങ്കിൽ 2 പോയിന്റ്. ഈ 3 പോയിന്റ് കൂടെ വരയ്ക്കണമെങ്കിൽ, അതായത് ഇപ്പൊ ഞാൻ ലൈൻ കൊടുത്തു, എസ്കേപ്പ് അടിച്ചു. അതിനുശേഷം 3 പോയിന്റ് കൂടെ വരയ്ക്കണമെങ്കിൽ ഈ ഒരു 3 പോയിന്റ്, ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ്, ഈ 3 പോയിന്റ് കൂടി പോകുന്ന ഒരു സർക്കിൾ വരയ്ക്കണമെങ്കിൽ 3 പോയിന്റ് മെത്തേഡ് എടുക്കുക. അതല്ലാണ്ട് അടുത്ത ഓപ്ഷൻ ടാൻ റേഡിയസ്, അതാണ് നമ്മൾ നേരത്തെ വരച്ചത്. ഈ ഒരു സർക്കിളിന് ഫസ്റ്റ് 10 പോയിന്റ് എടുത്തു, അതിനുശേഷം സെക്കൻഡ് 10 പോയിന്റ് എടുത്തു. അതിനുശേഷം നമുക്ക് റേഡിയസ് എത്രയാണ് വേണ്ടത്. റേഡിയസ് ഒരു 30 കൊടുത്തു വരിക.
30 കൊടുത്തിട്ട് എൻ്റർ അടിച്ചു. കണ്ടോ? അപ്പോൾ 30 റേഡിയസിലാണ് തോന്നുന്നുണ്ടായിരിക്കുക. ഇതിൻ്റെ റേഡിയസ് ചെക്ക് ചെയ്താൽ കണ്ടോ, റേഡിയസ് 30 എന്നായിരിക്കും. റേഡിയസ് 30. പിന്നെ ഈ 2 പോയിന്റാണ് ടാൻജന്റ് പോയിന്റ്സ്. ഈ സർക്കിളിന്റെ ടാൻജന്റ് പോയിന്റ് ആണ് ഇവിടെ ഒരു പോയിന്റ്. അതേപോലെ ഈ സർക്കിളിന്റെ ടാൻജന്റ് പോയിന്റ് ആണ് ഇത്. നമുക്ക് 3 സർക്കിളിന്റെ ടാൻജന്റ് പോയിന്റ് കൂടെ വരയ്ക്കണമെങ്കിൽ ടാൻ പണ്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും 3 വരകൾ. എന്താ, നമുക്ക് ടാൻ എടുത്തു. അതിനുശേഷം 3 സർക്കിൾ, ഇവിടെ 3 സർക്കിൾ ഉണ്ട്. അപ്പൊ ഈ ഒരു സർക്കിളിന്റെ ഫസ്റ്റ് ടാൻ പോയിന്റ് എടുത്തു, ടാൻജന്റ് പോയിന്റ്, സെക്കൻഡ് ടാൻജന്റ് പോയിന്റ് എടുത്തു, തേർഡ് ടാൻജന്റ് പോയിന്റ് എടുത്തു. ഈ 3 സർക്കിളിനെ കൂടി കൂട്ടിമുട്ടി വരയ്ക്കാൻ പറ്റാവുന്ന ഒരു സർക്കിൾ വരച്ചിട്ടുണ്ടാവും. ഇവിടെ 3 ടാൻജന്റ് പോയിന്റും കൂടി ടച്ച് ചെയ്തിട്ട് വരയ്ക്കുന്ന സർക്കിളാണ് വരച്ചിട്ടുള്ളത്. അതാണ് ടാൻ. അങ്ങനെ 6 മെത്തേഡ് കൂടെ നമുക്ക് സർക്കിൾ വരയ്ക്കാവുന്നത്. പിന്നെ ഇതിന്റെ മെഷർമെന്റ് അളക്കണമെങ്കിൽ നമുക്ക് ഇവിടെ കണ്ട മെഷർ ചെയ്യുന്ന ടൂൾ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് റേഡിയസ് വരയ്ക്കണമെങ്കിൽ റേഡിയസ് എടുക്കുക. ഡയമീറ്റർ ആണ് ചെക്ക് ചെയ്യണമെങ്കിൽ ഡയാമീറ്റർ എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ വരച്ചതിന്റെ അളവ് മനസ്സിലാക്കാവുന്നത്. നമ്മളൊരു സർക്കിൾ വരച്ചു വിചാരിക്കുക. നമ്മളൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സർക്കിൾ സെലക്ട് ചെയ്യുമ്പോൾ കണ്ട കുറച്ച് ഗ്രിഡ് ബോക്സ് കിട്ടും. ആ ഗ്രിഡ് ബോക്സുകൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. കണ്ടോ, ആ ഗ്രിഡ് ബോക്സിന്റെ അവിടേക്ക് പോവുക, മൂവ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഈ ഒരു ഗ്രിഡ് ബോക്സിനനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റും. സെന്ററിലത്തെ ഗ്രിഡ് ബോക്സ് നോക്കി നമുക്ക് ആ സർക്കിളിന് മൂവ് ചെയ്യാൻ പറ്റും. സൈഡിലത്തെ ഗ്രിഡ് ബോക്സുകൾ നോക്കി നമുക്ക് കണ്ട അതിന്റെ ഡയമീറ്റർ കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക, അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ 5 ഗ്രിഡ് ബോക്സുകൾ നമുക്ക് ഒരു സർക്കിൾ വരച്ചാൽ കാണാൻ പറ്റും. അപ്പൊ ആ ഗ്രിഡ് ബോക്സുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ വേറൊരു ലൈൻ ഉണ്ട് വിചാരിക്കുക. അപ്പൊ ആ ലൈനിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഒരു ലൈൻ ഉണ്ട്, ഇവിടെ ഒരു ലൈൻ ഉണ്ട് വിചാരിക്കുക. പെർപെൻഡിക്കുലർ ആക്കാൻ ഈ ഒരു ടൂൾ നോക്കി നമുക്ക് ഈ സർക്കിളിന്റെ ഈ ഒരു പോയിന്റ് ഈ ലൈനിലേക്ക് എത്തണം വിചാരിക്കുക. നമ്മൾ ഈ സർക്കിൾ സെലക്ട് ചെയ്യുക, അതിനുശേഷം ഈ ഗ്രിഡ് പോയിന്റ് ജസ്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം ഈ ഒരു പോയിന്റിലേക്ക് എത്തിക്കുക. കണ്ടോ, അപ്പൊ അങ്ങനെ വല്ല ആവശ്യം വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ ഗ്രിഡ് ബോക്സുകൾ യൂസ് ചെയ്യുന്നത്.